നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ഊദ് റോസ് ഫ്രാഗ്രൻസ് ആണ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഫ്രാഗ്രൻസ് എടുത്തത് ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഞാൻ പറയാം, എൻ്റെ കയ്യിൽ കുറേ ഊദ് റോസ് ഫ്രാഗ്രൻസ് ഉണ്ട്. ലോകത്തിലെ തന്നെ കൊള്ളാവുന്ന ഊദ് റോസ് സെൻറ്റ് പ്രൊഫൈൽസാണ് ഇതൊക്കെ. നമുക്ക് തുടങ്ങുന്നത് തന്നെ ഊദ് മറക്കൂജ. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ മേടിച്ച ഫ്രാഗ്രൻസ് ആയത് ഊദ് മറക്കൂജ. പിന്നെ ഉള്ളത് ഓംബ്രെ നോമാഡ്, ഊദ് മറക്കൂജ, പിന്നെ ഓംബ്രെ നോമാഡ്, ലൂയി വിറ്റൻ്റെ ഓംബ്രെ നോമാഡ്. പിന്നെ ഉള്ളത് നമ്മുടെ റോജ ഡോവിൻ്റെ അംബർ ഊദ്. ഈ റോജ ഡോവിൻ്റെ അംബർ ഊദ് ഫിലിം സ്റ്റാർസൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല കേട്ടോ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്. ഇത് നല്ല എക്സ്പെൻസീവ് ഊദ് റോസ് ഫ്രാഗ്രൻസ് ആണ്, റോജ അംബർ ഊദ്. പിന്നെ ഉള്ളത് സെർജോഫിൻ്റെ മോർ ദാൻ വേർഡ്സ്. ഇതൊരു ഭയങ്കര ഒരു മാസ്റ്റർ പീസ് ആയിട്ടും ഇത് മോർ ദാൻ വേർഡ്സ്, സെർജോഫ്. കണ്ടോ, മോർ ദാൻ വേർഡ്സ്. ഇത്രയും സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ഊദ് റോസ് ഫ്രാഗ്രൻസ്. എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ അഹമ്മദ് അൽ മഗരിബിയുടെ ഊദ് ആൻഡ് റോസ് എല്ലാവരും പ്രൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ്. എല്ലാവരും അതിന് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. നല്ല ഫ്രാഗ്രൻസാണ്, എനിക്കും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഒരു നല്ല രീതിയിലൊന്ന് സിന്തറ്റിക് ആയിട്ടാണ് മണക്കുന്നത്. ഈ അഹമ്മദ് മഗരിബിയുടെ ഈ ഫ്രാഗ്രൻസ് നല്ല രീതിയിൽ സിന്തറ്റിക് ആയിട്ട് മണത്തിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു അതിനുള്ളൊരു സ്വീകാര്യത ഭയങ്കരമാണ്. അപ്പം ആ ഒരു ലെവലിൽ നിന്നൊക്കെ മാറി കുറച്ചൊരു എക്സ്ട്രീം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അപാര ഊദ് റോസ് ഫ്രാഗ്രൻസ് എന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഊദ് റോസ് ഫ്രാഗ്രൻസാണ് മെയ്സൺ ഫ്രാൻസിസ് കുർക്ഡിജാൻസ് ഊദ് സാറ്റിൻ മൂഡ്. ഇത് എനിക്ക് ഈ ഫ്രാഗ്രൻസിനെ പറ്റി പറയാനായിട്ട് വാക്കുകളില്ല. ഹാവിങ് സെഡ് ദാറ്റ്, നിങ്ങളെപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇത് നല്ല എക്സ്പെൻസീവ് പെർഫ്യൂമാണ്. ഇത് ഇഷ്ടപ്പെടാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ്. ഇത് എൻ്റെ ഫേവറേറ്റ്. നമുക്ക് പ്രസൻറ്റേഷൻ നോക്കാം. ഇത് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്താണ് ഇത് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ബോട്ടിലിനകത്താണ് ഇത് വരുന്നത്. നമുക്ക് ഇതുണ്ട്, ഇങ്ങനെ ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ടാഗ് ഇവിടെയുണ്ട്. ഈ ടാഗ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ടാഗുണ്ട്. ഈ ടാഗിൽ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രോവർ പോലെ ഇങ്ങനെ തുറന്നു വരും. ഇതിനകത്താണ് ഈ ഫ്രാഗ്രൻസ് ഇരിക്കുന്നത്. കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഊദ് സാറ്റിൻ മൂഡിൻ്റെ. കണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഊദ് സാറ്റിൻ മൂഡ്. ഒരു സ്റ്റാൻഡേർഡ് 70 ml ബോട്ടിലാണ് വരുന്നത്. ഒരുപാട് കാലം എൻ്റെ സിഗ്നേച്ചർ സെൻ്റായിരുന്നു ഇത്. അപ്പം ഇതിനെപ്പറ്റി പറയാനായിട്ടാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സാധാരണ ഞാനൊരു വീഡിയോയിൽ കുറേ ഫ്രാഗ്രൻസസ് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇന്നിപ്പം ഈ വീഡിയോയിൽ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് അത്രയ്ക്കുണ്ട് പറയാനായിട്ട്. അപ്പം നമുക്കൊരു 2 സ്പ്രേ ഇവിടെ കൊടുത്ത് നോക്കാം. സ്പ്രേയർ അറ്റോമൈസറൊക്കെ MFKയുടെയാണ്. ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. ഇത് ഭയങ്കര ലക്ഷൂറിയസ് ഹൗസാണ് കേട്ടോ MFK. ഫ്രാൻസിസ് കുർക്ഡിജാൻ എന്ന് പറഞ്ഞ ഒരാൾ എന്ന് പറഞ്ഞ പെർഫ്യൂമറോട് എനിക്ക് അതിഭയങ്കരമായിട്ട് ഒരു റെസ്പെക്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്. ഇതുണ്ട്, ഇതിൻ്റെ മേളിലൊക്കെ ഇത് നോട്ടൊക്കെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അകത്ത് കണ്ടോ, ഇതിനകത്ത് MFK എന്ന് പറഞ്ഞൊരു ഇത് ഇട്ട്, പിന്നെ ഇത് താഴെ 70 ml ബാച്ച് കോഡ്, ബാച്ച് ഹൗസ് ഇതെല്ലാം വരുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബാക്കിലുണ്ട് MFKയുടെ ഒരു ഇത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിതെല്ലാം കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ വ്യാജന്മാർ ഒഴിവാക്കാനാണ്. എന്നിരുന്നാൽ പോലും അവന്മാർ ഇതുപോലെ തന്നെ ഇത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ കിട്ടുവാണെങ്കിൽ മേടിക്കുക, അല്ല എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ എടുക്കുക കേട്ടോ. അതേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ല ഗവൺമെൻറ് അത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രാഗ്രൻസിലേക്ക് വരാം. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ കുർക്ഡിജാൻ പറഞ്ഞിരിക്കുന്നത് ബൾഗേറിയൻ റോസ്, വയലറ്റ്, സ്ട്രോബെറി. മിഡിൽ നോട്ടിൽ ടർക്കിഷ് റോസ്. ബേസ് നോട്ടിൽ വനില, ഊദ്, അംബർ, ബെൻസോയിൻ, സിഡർ, കാരമൽ. ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മണക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് റോസാണ്. ഫ്രഷ് റോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രാവിലെയുള്ള ഒരു തരം
ഈ റോസും ഊതും കൂടെ കൂടിയ കോംബോ ആണിത്. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ മണക്കുമെന്ന്. രാവിലെ നിങ്ങൾ ഗാർഡനിലുള്ള റോസിൽ ചെറിയ മഞ്ഞുതുള്ളിയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവുമല്ലോ, അന്ന് തന്നെ വിരിഞ്ഞ് വന്ന ഒരു പൂവായിരിക്കും അത്. അപ്പോൾ അതേ ചെന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുളിർമയുള്ള ആ ഒരു മണത്തിനകത്തോട്ട് സ്വല്പം ഭയങ്കര മൈൽഡായിട്ടുള്ള നല്ല ഊത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും. ഇതിനകത്ത് അങ്ങനെയാണ് ഇത് മണക്കുക. വിത്ത് ഒരു തരം ബൂസിനെസ് ഉണ്ട് ഈ MFKയുടെ ഫ്രാഗ്രൻസുകൾക്ക്. ഈ ബൂസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എയറിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് ആ ഒരു സ്മെല്ലിങ് വരും. എന്നാൽ അത് ഓവർ പവറിങ് ആണോ? അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ലൈറ്റ് സ്മെല്ലിങ്ങിന് മൂക്കിലോട്ട് കയറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ സെൻട്രൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അപൂർവ പെർഫ്യൂമുകളിലൊന്നാണിത്. നല്ല സെൻട്രൈലായിരിക്കും, നല്ല സിയാഷ് ഉണ്ടായിരിക്കും. ആൾക്കാർ തിരിച്ചറിയും നിങ്ങളാണ് അതിലെ പോയിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഈ വയലറ്റും വാനിലും ഇങ്ങനെ മണത്തോണ്ടേയിരിക്കും കേട്ടോ. ഇത് അടിപൊളിയായത്. ഈ വയലറ്റും വാനില ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പൗഡറി നേച്ചർ കൊടുക്കുന്നുണ്ട്. ഈ വാനില വളരെ സബ്റ്റിലാണ്, വനിലിക് ഫ്രാഗ്രൻസ് ആയിട്ട് നമുക്കിതിന് തോന്നത്ത് പോലുമില്ല. പക്ഷേ ഈ വയലറ്റും വാനിലയും കൂടി ഇതിൻ്റെ ഒരു സബ്റ്റിൽ ആയിട്ട് നിന്നിട്ട് ഒരു പൗഡറിനെസ് കൊടുക്കുന്നുണ്ട്. ഈ പൗഡറിനെസ്സും കൂടെ കൂടുമ്പം ഇതിനൊരു ആഡഡ് അട്രാക്ഷനാണ്. സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആയത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ ഒരു രീതി ഞാൻ പറയുന്നതല്ല, പക്ഷേങ്കിൽ ഗേൾസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആയത്. എസ്പെഷ്യലി ബോയ്സിന് മുകളിൽ മണക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആയത്. പിന്നെ ഇത് പറയാനായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യുമല്ലോ. ആ ഒരു സമയത്ത് അല്ലെ, ഹോട്ടലിലല്ല, മീൻസ് റെസ്റ്റോറൻറ്റിലൊരു ചായ കുടിക്കാനൊക്കെ അല്ലേ സാധാരണ മീറ്റ് ചെയ്യുക. പണ്ട് കല്യാണം ആയിക്കഴിഞ്ഞാൽ കാർന്നവന്മാർ പറയും അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപ്പുറത്ത് വിളിച്ച് നിൽക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പം എല്ലാവരും ഒന്നെങ്കിൽ അത് നേരത്തെ അറിയായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് സംസാരിക്കാറ്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഡേറ്റ് നൈറ്റ്സിൽ ക്ലോസ് എൻകൗണ്ടറിൽ അതിനൊക്കെ ഒരു 2 സ്പ്രേ ഒക്കെ 2 സ്പ്രേ 3 സ്പ്രേ ഒക്കെ മതി. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഔട്ട്ഡോറിൽ പോവുകയാണെങ്കിൽ ഒരു 5-6 വരെ അടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ അടിച്ച് നശിപ്പിക്കരുത് ഒരുപാട്. ഞാനൊരു ഓവർ സ്പ്രേ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഈ ഫ്രാഗ്രൻസ് ഞാൻ ഓവർ സ്പ്രേ ചെയ്യാറില്ല. പിന്നെ ഊത് സിൽക്ക് മൂഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഊത് സിൽക്ക് മൂഡും ഇതുമായിട്ടൊരു വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, ഊത് സിൽക്ക് മൂഡ് കുറച്ചുകൂടി ഒരു ഓഫീസിലൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഊത് സിൽക്ക് മൂഡ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഞ്ചിവിറ്റിയാണ്. ലോഞ്ചിവിറ്റി 8 hours മേളിൽ നിൽക്കും. ക്ലോത്തിലാണെങ്കിൽ 24 hours വരെ കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ 2-3 അടി അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കയറും ഇത്. നിങ്ങൾ ഈ ഫ്രാഗ്രൻസ് അടിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരിക്കും. അങ്ങനത്തെ സാധനം ഇത്. നിങ്ങൾ എയർപോർട്ടുകളിലൊക്കെ പോകുമ്പം അവിടെ ഒന്ന് സ്മെല്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്മെല്ല് ചെയ്യുക. ആരും ബ്ലൈൻഡ് ബൈ ചെയ്യാൻ പാടില്ല. ഞാനൊരിക്കലും ബ്ലൈൻഡ് ബൈ ഒന്നും ചെയ്യാറില്ല. അത് ഭയങ്കര അപകടകരമായ ടെൻഡൻസിയാണ്. ഇത്രയും വിലയുള്ള ഫ്രാഗ്രൻസുകളൊക്കെ ബ്ലൈൻഡ് ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപകടകരമായ ടെൻഡൻസിയാണ്. ഇത് ഞാൻ സിഗ്നേച്ചർ സെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നെ ഓഫീസിൽ ആൾക്കാർ കാണാൻ വരുമ്പം അപ്പോൾ അവർ പറയും ഇങ്ങനത്തെ ഒരു പയ്യനുണ്ട്, അവനാണ്. അപ്പോൾ അവർ ചോദിക്കും എന്താ ഇതൊക്കെ പറഞ്ഞ്. അപ്പം അവർ പറയും ഇന്ത്യനാണ്. പിന്നെ അവൻ്റെ സ്മെല്ല് ഭയങ്കര അടിപൊളിയാണെന്ന് പറയും. അപ്പോഴേ അവർ പറയും ആളെ കിട്ടി എന്ന് പറയും. അങ്ങനെ എന്നെ ഒരു ദിവസം 8 പേരോളം കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ പെർഫ്യൂം ഇത്. 8 പേര് 9 പേരോളം കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയൊന്നുമല്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് ഒരാൾ പറയാൻ തുടങ്ങി, നിങ്ങളെയായിരുന്നോ ഈ നല്ല മണം വന്നുകൊണ്ടിരുന്നത്? ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ആരെയായിരുന്നു. ഒട്ടനെ തന്നെ അവിടെ കൂടി നിന്ന് എല്ലാവരും പറയുന്നത്, അയ്യോ ഇവിടെ നിന്നാണ് ഈ മണം വരുന്നത്, ഇതെന്തൊരു നല്ല മണമാണ്. അത്രയും പേര് ഒന്നിച്ചിങ്ങ് പറഞ്ഞു. ഒരു 5-8 പേരുണ്ടായിരുന്നു. അത്രയും പേര് ഒന്നിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സാധനമായത്. അങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി ഇതിനുണ്ട്. പിന്നെ ട്രസ്റ്റബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് വാങ്ങിക്കുക. MFKയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ എയർപോർട്ടുകളിലൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. വെളിയിലുള്ള സെല്ലേഴ്സിനെ വിശ്വസിക്കേണ്ട തൽക്കാലം ഇന്ത്യയിലുള്ളത്. കാരണം ഞാനാരെയും വിശ്വസിക്കാൻ പറയത്തില്ല. കാരണം ഇതിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴെ ഒന്ന് പൊങ്കാല ഇട്ടരുത് കേട്ടോ. ഇതൊക്കെ ആരും മേടിക്കാനാണ് വല്ല അഫോർഡബിൾ ആയിട്ടുള്ളത് കാണിക്കാൻ പറഞ്ഞു. ഞാൻ കുറേ നാളായിട്ട് ഇത് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം റിവ്യൂ ചെയ്യാൻ എടുക്കുമ്പം ഏതെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫ്രാഗ്രൻസ് കഴിക്കട്ടെ, പിന്നെ അതിനോടാവും അങ്ങനെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 30,000 മേളിലാവും എന്തായാലും.
അത്രയും ആ ഒരു വിലയൊക്കെ ഉണ്ട്. 100 ml അത്രയും മേളിലൊക്കെ ആവും. പിന്നെ പിന്നെ പറയാനുള്ളത് എന്താ, ഞാനൊരിക്കലും ബ്ലൈൻഡ് ബൈ ചെയ്യാറില്ല. ഇതുണ്ട് അതെ, ഞാൻ പറയാം, ഞാൻ ഇങ്ങനത്തെ ഡീക്കൻസൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വരുത്തും. ഇത് എന്ത് ഫ്രാഗ്രൻസ് ആണെന്നറിയോ? മാർക്ക് ആൻ്റോൺ ബറോസിൻ്റെ ഗാനമീഡാണ്. ഇതുണ്ടോ, ഞാൻ ഒറ്റയടി അടിച്ചതുള്ളൂ, എനിക്ക് തലവേദന ഉണ്ടായി. KSRTC ബസ്സിൻ്റെ കമ്പിയെ പിടിച്ച് ഉള്ള മെറ്റാലിക് നോട്ട്, KSRTC ബസ്സിൻ്റെ കമ്പിയിൽ ഈ അഴുകിയ കമ്പിയെ പിടിച്ചിട്ട് ഇങ്ങനെ മണത്ത് നോക്കിയാൽ കിട്ടുന്ന ആ മെറ്റാലിക് നോട്ട് എനിക്ക് കിട്ടിയത്. എൻ്റെ ഓർമ്മകൾ അങ്ങോട്ടാണ് ട്രാവൽ ചെയ്തത്. പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് ദൂരം പോകുമ്പോൾ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. സോ അപ്പം തന്നെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായി. കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഛർദ്ദിച്ചു. അതുകൊണ്ട് അവിടെ മാറ്റിയിട്ടിരിക്കുന്ന ഗാനമീഡ് എനിക്ക് ഒരിക്കലും പറ്റത്തില്ലാത്ത ഫ്രാഗ്രൻസ് അത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഊദ് സാറ്റിൻ മൂഡ്. പിന്നെ ഇനി 1-2-3 ഫ്രാഗ്രൻസുകളും കൂടെ ഉണ്ട് MFKയുടെ. ഞാൻ സൗകര്യം പോലെ റിവ്യൂ ഇട്ടോളാം കേട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഓരോ നീഷ് ഫ്രാഗ്രൻസ് കൂടെ റിവ്യൂ ഇടാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.